ഡിസംബർ 28 10th പ്രിലിംസ് കഴിഞ്ഞതോടുകൂടി 10th പ്രിലിംസിൻ്റെ ഇനി വരാൻ പോകുന്ന ചോദ്യപരീക്ഷകളുടെ ഒരു സൂചന നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ പ്രിലിംസിനാകട്ടെ മെയിൻസിനാകട്ടെ ഒരു സൂചനയാണ് ഈ ചോദ്യപേപ്പർ. ഇപ്പോൾ രണ്ടിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ SCERT പാഠഭാഗങ്ങൾ മുൻകാല ചോദ്യങ്ങളെയൊക്കെ തന്നെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ പങ്ക്തി നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാം കവർ ചെയ്യും. മാത്സ്, സയൻസ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഒക്കെ നമ്മളിതിൽ കവർ ചെയ്യും. ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാ വിഷയങ്ങളും ഭരണഘടനയും ഒക്കെ ഉൾപ്പെട്ട പോലെ തന്നെ. അപ്പോൾ ആ ചോദ്യങ്ങളുടെ സോഴ്സ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സോഴ്സ് എന്താണ്, അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഇനിയുള്ള ചോദ്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ MP. ഇപ്പോൾ വിൻഡോസ് പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു പെയ്ഡ് കോഴ്സിൽ എന്തൊക്കെ ഉണ്ടാവുക, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓൺലൈൻ എക്സാമുകൾ ഉണ്ടായിരിക്കും അല്ലേ. നിങ്ങളൊരു ഓൺലൈനായിട്ട് ചേരുമ്പോൾ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും, ഒരു ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. ഇതെല്ലാം അടക്കം നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഫ്രീ കോഴ്സ് തന്നെ നമ്മുടെ വാട്സപ്പിലൂടെ നടക്കുന്നുണ്ട്. 2025 മുഴുവൻ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നതിന് എൻ്റെ PDF നോട്ടുകളൊക്കെ ലഭിക്കും. അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴത്ത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഇതാണ് ഒരു ചോദ്യം വരുന്നത്. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ചോദ്യം ഡിസംബർ 28 എക്സാമിലെ ചോദ്യം അതായിരുന്നു. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. SCERT പാഠഭാഗം പഠിച്ചു പോയ ഒരാൾക്ക്, നമ്മളിതൊക്കെ കവർ ചെയ്താണ് എങ്കിൽ ഒന്നും കൂടി ഞാൻ പറയാം. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം, കണ്ടോ, വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് സമത്വ സമാജം. അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് അയിത്തത്തിനെതിരെ മറ്റേ പ്രസിദ്ധീകരണങ്ങൾ അഖിലത്തിരുട്ട്, അരുൾനൂൽ, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്നറിയപ്പെട്ടു. ഒരു തരത്തിലുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു. എന്നിട്ട് പറയുന്നുണ്ട് അയിത്തത്തിനെതിരെ കിണറുകൾ. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികൾ കന്യാകുമാരിയിലെ ശാസ്താംകോയിലിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് എന്ന് പറയുന്നു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രസ്താവനയിൽ നമുക്കവിടെ തെറ്റ് കൽപ്പിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്നുള്ളതിനേക്കാൾ അവിടെ ശാസ്താംകോയിലാണ്. 1908 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം ജനിക്കുന്നത് 1800കളിലാണ്, 1900-ലുമല്ല. അദ്ദേഹം ജനിക്കുന്നത് തന്നെ 1809-ലാണ്. 1851 മരിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന അവിടെ നമുക്ക് തെറ്റാണെന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു, SCERT ബുക്കിലുള്ളതാണ്. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇതെല്ലാം തന്നെ 3 ശരിയാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ 2, 3, 4 മാത്രം ശരി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം അരുൾനൂലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ, അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്നറിയപ്പെട്ടു. ഒരു തരത്തിലുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു. ഇത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. എല്ലാ ജാതിയിലും പെട്ടവർക്ക് വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. ഭക്ഷ്യവസ്തുക്കളായി അരി, ചെറുപയർ, കായ്ക്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അതിനുവേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്, മേൽമുണ്ട് സമരമാണ്. ആ ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമിയുടെ
പ്രവർത്തനങ്ങൾ പ്രചോദനമായി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം. കണ്ടുവോ? ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചു. മറ്റൊന്ന് 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടവട്ടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ അതും വൈകുണ്ഠസ്വാമികളാണ്. 1833 എന്നറിയപ്പോൾ തന്നെ. ജനനം 1809, മരണം 1851. അടുത്ത ചോദ്യം ഈ പരീക്ഷയ്ക്ക് വന്നത് വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇപ്പോൾ അവർ പറയുന്നുണ്ട് കലാപം നടന്നത് 1812. കലാപം നടന്നതെന്നാണ് 1812. ശരി. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. തെറ്റാണ്. കാരണം രാമനമ്പി ഈ കുറിച്യ കലാപത്തിന്റെ നേതാവായിരുന്നു. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപത്തിന്റെ പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ഈ പ്രസ്താവനയും അതുകൊണ്ട് തന്നെ തെറ്റാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അത് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉം മാത്രമാണ് ശരി. ആ ഓപ്ഷൻ വരുന്നത് എ ആണ്. അവിടെ 1 മാത്രം ശരി എന്നറിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം എയിലേക്ക് നിങ്ങൾ എത്തും. കാരണം എന്താ? അവിടെ ശരിയായത്. പക്ഷെ അവിടെ ശരിയായതാണോ ചോദിച്ചത്? അല്ല, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തെറ്റായ പ്രസ്താവന എടുക്കുമ്പോൾ ഏതാ വരിക? 2ഉം 3ഉമാണ് വരിക. അപ്പൊ 2ഉം 3ഉം വരുന്നത് സി മാത്രമാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരി. ഇപ്പൊ കുറിച്യർ കലാപം എന്ന് പറയുന്നത് കലാപം നടന്ന വർഷം 1812 കറക്റ്റായിട്ട്. അതുപോലെ തന്നെ രാമനമ്പിയെ വധിച്ചത് 1812 മെയ് 1 കലാപം അടിച്ചമർത്തപ്പെട്ട തീയതി 1812 മെയ് 8. പ്രധാന നേതാവ് രാമനമ്പിയാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്തെന്ന് പറയുന്നത്? കുറിച്യർ കലാപം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ സന്താൽ കലാപം, മറ്റു കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ദക്ഷിണേന്ത്യയിൽ ഒരു ഗിരിവർഗ കലാപം നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്തെന്ന് പറയുന്നത്? കുറിച്യ കലാപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ വാക്ക് ഓർത്തു വെച്ചോളൂ. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ടി.എച്ച്. ബേബറാണ്. കുറിച്യർ കലാപത്തെക്കുറിച്ചുള്ള അഭിപ്രായം. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ തോമസ് വാർഡൻ ഏർപ്പെടുത്തിയ കനത്ത നികുതിയാണ് ഈ കലാപത്തിന് കാരണം. 1812 ആഗസ്റ്റിൽ ബ്രിട്ടീഷ് സൈന്യം കലാപത്തെ അടിച്ചമർത്തി. കുറിച്യരെ പിന്തുണച്ച ആദിവാസി വിഭാഗം കുറുമ്പ്രർ ആണ്. കുറിച്യ സമരത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ കുറിച്യ കലാപത്തെക്കുറിച്ച് ക്ലിയർ ആയല്ലോ. അപ്പോൾ കുറിച്യരോടൊപ്പം കുറുമ്പ്രരും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അടുത്തത് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഹാൻകാങ് ആണ് 2024 നോബൽ പ്രൈസ് കിട്ടിയത്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ശരിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. അതും ശരിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ആരാണ്? ആ പേര് മറന്നു പോകണ്ട. എന്താണ്? ഹാൻകാങ് എന്നാണ് പേര്. എന്താണ് ആ പേര്? ഹാൻകാങ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഇതെല്ലാം ശരിയാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ വരുന്നത് ഡി ആണ്. എല്ലാം ഒന്ന് ഓർത്തു വെച്ചോളൂ. എന്തെല്ലാമാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്? 1, സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശി, സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത, ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം, ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അപ്പോൾ നമുക്കിനി നോബൽ പ്രൈസ് പഠിക്കുമ്പോൾ വെറുതെ ആ സാഹിത്യകാരിയുടെ പേര് അല്ലെങ്കിൽ ആ നോബൽ പ്രൈസ് കിട്ടിയ ആളുടെ പേര് എന്നുള്ളതിനപ്പുറത്ത് അവരുടെ ദേശം, അവരുടെ പ്രത്യേകതകൾ, ഇതെല്ലാം തന്നെ നീ അറിഞ്ഞുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഒളിമ്പിക്സ് പഠിക്കുമ്പോൾ നോക്കിയിട്ടില്ലേ? അത്തരം പ്രത്യേകതകളെ ഊന്നി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ നോബൽ സമ്മാനം, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ 2024 ആർക്കാണ്? വിക്ടർ ആംബ്രോസ് ആണ്. അതുപോലെ തന്നെ ഗാരി റൂക്കൂണുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കുക മെഡിക്കലാണ്. ഇപ്പോൾ കൂണ് ചിലത് മെഡിക്കലിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൂൺ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഒരാൾ കൂണാണ് അല്ലേ? അതുപോലെ തന്നെ വിക്ടർ ആംബ്രോസ്
ഓക്കെ, അവിടെ എങ്ങനെ ഓർത്തു വെക്കാം? ആംബ്രോസുമായി ബന്ധപ്പെട്ട് ആംബ്രോ എന്ന് പറയുന്ന തരത്തിലൊരു മരുന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വെച്ചിട്ട് ആ മരുന്നിന്റെ പേരെന്താന്ന് പറയും? ഓക്കെ, അതോർത്ത് വെച്ചാൽ മതി. മെഡിക്കലാണ്, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ ആണ്. വിക്ടർ ആംബ്രോസും ഗാരി റൂക്കും. എന്തിനാ? മൈക്രോ RNA കണ്ടെത്തലിന്. മൈക്രോ RNA, DNA RNA കേട്ടിട്ടുണ്ടല്ലോ, അതിലെ മൈക്രോ RNA കണ്ടെത്തലിനാണ്. ജീൻ നിയന്ത്രണത്തിലെ പങ്കിനും നിർണായക പങ്കിനും ആണ് ഈ സമ്മാനം ലഭിക്കുന്നത്. ഇത് ഏതിനൊക്കെ ഗുണം ചെയ്യും? ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ വിവിധ ആരോഗ്യ വെല്ലുവിളികളിൽ ഈ മൈക്രോ RNA എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്ന് ഗവേഷണം കണ്ടെത്തുന്നുണ്ട്. 2 രോഗങ്ങൾ ഓർത്തു വയ്ക്കുക: ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയവയിൽ ഈ RNA പങ്കെന്താണ്? ഈ ചെറിയ നിയന്ത്രണത്തെക്കുറിച്ചുള്ള മൈക്രോ RNA ആണല്ലോ, ധാരണ വർദ്ധിക്കുന്നതിനനുസരിച്ച് സങ്കീർണമായ മെഡിക്കൽ അവസ്ഥകൾക്കും നൂതന ചികിത്സാ സമീപനങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിക്കുന്നു. അത് എല്ലാ മേഖലകളിലും ഇത് എന്ത് ചെയ്യുന്നു? സ്വാധീനം നിൽക്കുന്നു ഫിസിയോളജിയുടെ. അതുപോലെ തന്നെ കോശങ്ങളിലെ ജനിതക ആശയവിനിമയം മനസ്സിലാക്കുന്നതിനുള്ള പുതിയ വഴികളും അവരുടെ കണ്ടെത്തലുകൾ തുറന്നു. ഇപ്പോൾ ഓർക്കേണ്ടത്, ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയവയ്ക്ക് ഗുണകരമാകുന്നു. അതിൻ്റെ ആരോഗ്യ വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ സഹായിക്കുന്നു. മൈക്രോ RNA കണ്ടുപിടുത്തമാണ്. 2 ആളും US പൗരന്മാരാണ്. ഇത്രയും നമ്മളവിടെ ഓർത്തിരിക്കണം. ഇനി ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടിയവരാർക്കൊക്കെയാണ്? 2024 ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടുന്നത് ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഇ ഹിൻഡണിനുമാണ്. അപ്പം നിങ്ങൾക്ക് നോക്കൂ, ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. കാരണം ഓർക്കാൻ വളരെ എളുപ്പമാണ്. ഹോപ്പ് ഉണ്ട്, അപ്പോൾ അതാണ് അവിടുത്തെ ഹിൻഡ്. ആ ഹോപ്പ് തന്നെയാണ് ഫിസിക്സിലെ ഹിൻഡ്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. എന്തിനാണ്? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ വികസനത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ആശയങ്ങൾ ഉപയോഗിച്ചതിനാണ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ വികസനത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ആശയങ്ങൾ ഉപയോഗിച്ചതിനാണ് ഭൗതികശാസ്ത്ര നോവൽ. എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ? അത് ഓർത്തു വെക്കണം കേട്ടോ, അത് ഓർത്തു വെക്കണം. അതിനാണ് ആ കണ്ടുപിടുത്തത്തിന്. ആർട്ടിഫിഷ്യൽ മെഷീൻ ലേണിങ്ങിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഇവ അടിസ്ഥാനപരമാണ്, അല്ലേ? വളർന്നു വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും മെഷീൻ ലേണിങ്ങിലും ഇവ അടിസ്ഥാനപരമാണ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് വളരെ വലിയ ഡാറ്റാ സെറ്റുകളിൽ പാറ്റേണുകൾ കണ്ടെത്താനും തിരിച്ചറിയാനും മെഷീനുകളെ അനുവദിക്കുന്നതിലൂടെ അവ പഠനം സാധ്യമാക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ ഉപയോഗം. ഒരു ഉദാഹരണത്തിന് ഫേഷ്യൽ റെക്കഗ്നീഷൻ, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, അല്ലേ? നമ്മുടെ മൊബൈലിൽ അടക്കേണ്ടപ്പോൾ ഇപ്പോൾ ഫേഷ്യൽ റെക്കഗ്നീഷൻ, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്നിവയിലൊക്കെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ സ്വാധീനമുണ്ട്. അതിൽ പാർട്ടിക്കിൾ ഫിസിക്സ്, മെറ്റീരിയൽ സയൻസ്, ആസ്ട്രോഫിസിക്സ് തുടങ്ങിയ ഭൗതിക ശാസ്ത്ര ശാഖകളിലുടനീളം ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അതിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചതിനാണ് സമ്മാനം എന്നോർത്തിരിക്കുക. ഇനി കെമിസ്ട്രി വരുമ്പോൾ, കെമിസ്ട്രിയിൽ ആരാ? അത് കെമിസ്ട്രിയിൽ ഡേവിഡ് ബക്കറിനും അതുപോലെ തന്നെ 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബക്കറിനും ഡെമിസ് ഹസ്സാബിസിനുമാണ്. ആർക്കൊക്കെയാണ്? ഡേവിഡ് ബക്കർ, അതുപോലെ തന്നെ ഡെമിസ് ഹസ്സാബിസ്. എങ്ങനെ ഓർത്തു വെക്കാനുള്ള കോഡ്? കെമിസ്ട്രി അവിടെ ഓർത്തു വെക്കാനുള്ള കോഡ് എന്താണ്? ഡേവിഡ് ബക്കറും ഡെമിസ് ഹസ്സാബിസും തമ്മിൽ ഓർത്തു വെക്കാനുള്ള ഇതെന്താണ്? കെമിസ്ട്രി ആണല്ലോ. കെമിസ്ട്രിയിൽ എപ്പോഴും നിങ്ങൾ രാസപ്രവർത്തനം നടത്താൻ നിങ്ങളോട് പറയും ഒരു ബീക്കർ എടുക്കൂ, അല്ലേ? നിങ്ങളോ ഡെമിസ് ഹസ്സാബിസ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒക്കെ നമ്മൾ കെമിസ്ട്രിയിൽ നടത്തുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് കെമിസ്ട്രി മിസ്സാവരുത്. ആ കെമിസ്ട്രി മിസ്സാവാതിരിക്കാൻ നമ്മൾ ബീക്കറിൽ പറയുന്ന രാസപ്രവർത്തനം നടത്തണം എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ കെമിസ്ട്രി മിസ് ബീക്കർ എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഡെവിസ് ബേക്കറും ഡെമിസ് ഹസ്സാബിസുമായി. അതുപോലെ തന്നെ ജോൺ എം ജംബർ, അടുത്ത ഒരാളാണ് ജോൺ എം ജംബർ. ഇവർക്കാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ ശാസ്ത്രത്തിലെ അവരുടെ മുന്നേറ്റ സംഭാവനകൾക്ക് 2024 രസതന്ത്ര നോബൽ പ്രോട്ടീൻ ശാസ്ത്രത്തിലാണ്. ഓക്കെ, ഈ ആളുകൾ എവിടെയൊക്കെയാണ്? അത് ഓരോരുത്തർക്കും വെവ്വേറെ തന്നെയാണ്, അല്ലേ?
അപ്പോൾ ഡെമിസ് ഹസാബിസ് ആൻഡ് ജോൺ എം ജംബർ അത് USA ആണ്. ഡേവിഡ് ബെക്കറിന് എന്തിനാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനും മറ്റ് 2 പേർക്കും ജംബർക്കും ഹസാബിസിനും പ്രോട്ടീൻ സ്ട്രക്ചറിനുമാണ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ അതുപോലെ തന്നെ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ, ഇത് രണ്ടിനുമാണ്. ആ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷനും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനും അതുപോലെ തന്നെ പ്രോട്ടീൻ ഘടന പ്രവചനത്തിനുമാണ് ഈ സമ്മാനം. അപ്പോൾ ഈ ഡെമിസ് ഹസാബിസും അതുപോലെ തന്നെ ജംബറും 50 വർഷം പഴക്കമുള്ള ഒരു വെല്ലുവിളി പരിഹരിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ വികസിപ്പിച്ചെടുത്തു. പ്രോട്ടീനുകളുടെ സങ്കീർണമായ 3D ഘടനകൾ പ്രവചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപാട് എണ്ണത്തിന് ഗുണകരമാണ്. അങ്ങനെ നടത്തിയ ആ മോഡൽ എന്ന് പറയുന്നത്, അത്തരം മോഡൽ എന്ന് പറയുന്ന ആ മോഡലിന് പറയുന്ന പേരാണ് ആൽഫ ഫോൾഡ് 2. ആ AI മോഡലിന് പറയുന്ന പേരാണ് ആൽഫ ഫോൾഡ് 2. അതുപയോഗിച്ച് നിലവിലുള്ള പ്രോട്ടീൻ ഘടനകൾ മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രവചിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് കെമിസ്ട്രി. അപ്പോൾ ആൽഫ ഫോൾഡ് 2 ഓർക്കുക, പ്രോട്ടീൻ ഘടന പ്രവചനം ഓർക്കുക, ഇതെല്ലാം തന്നെ ഓർക്കുക. ഈ 3 ആളുടെ പേരും ഓർക്കുക രസതന്ത്രത്തിൽ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങൾക്കറിയാം, സമാധാനമാണ്. അപ്പോൾ നമ്മൾ ഫിസിയോളജി കഴിഞ്ഞു, ഫിസിക്സ് കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു, ഇനി സമാധാനത്തിലേക്ക് കടക്കുക. ഒരു ജാപ്പനീസ് ഓർഗനൈസേഷനാണ്. ആ ജാപ്പനീസ് ഓർഗനൈസേഷൻ 2024 സമാധാന സമ്മാനം കിട്ടുന്നത് അല്ലേ? ഓക്കെ, ജാപ്പനീസ് സംഘടനയായ നിഹോൺ ഹിഡാൻക്യോ ആണ്. അപ്പൊ അവിടെ ഈ നിഹോൺ ഹിഡാൻക്യോ, അവിടെ ഹോണുണ്ട്, ഹിഡ് ഉണ്ട്, ഉണ്ടോ? ഹോണും ഉണ്ട്, ഹിഡും ഉണ്ട്. അപ്പൊ വലിയൊരു ഒരു അപാര സൈറൻ ഹോൺ മുഴങ്ങുകയാണ്. നമ്മൾ ഒരു അണുബോംബ് വീഴുമെന്ന് ആ ഹോൺ കേട്ട മാത്രയിൽ നമ്മളൊക്കെ ഹിഡ് ചെയ്യുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യണം. അത് ഓർത്ത് വെച്ചാൽ മതി. ഹോൺ, ഹിഡ്, സമാധാനം. അപ്പൊ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്, ജപ്പാനീസ് സംഘടനയാണ് നിഹാൻ ഹിഡാൻക്യോ. ഹിരോഷിമ, നാഗസാക്കി നിങ്ങൾക്കറിയാലോ, ആണവ ബോംബ് സ്ഫോടനങ്ങളിലെ അതിജീവിച്ചവരുടെ സംഘടനയാണ് ഹിബാകുഷ എന്നറിയപ്പെടുന്നത്. ഓർത്ത് വെച്ചോട്ടോ, അതും ചോദ്യം വരാം. ഈ സംഘടനയ്ക്ക് സമ്മാനം കിട്ടിയോടുകൂടി, നോബൽ സമ്മാനം സമാധാനത്തിന് കിട്ടിയോടുകൂടി ഹിബാകുഷ ചോദിക്കാം. എന്താ ഹിബാകുഷ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഹിരോഷിമ, നാഗസാക്കി ആണവ ബോംബ് സ്ഫോടനങ്ങളിലെ അതിജീവിച്ചവരുടെ സംഘടനയാണ് ഹിബാകുഷ. ഓക്കെ, അപ്പൊ ആണവായുധ ഉപയോഗത്തിന്റെ വിനാശകരമായ മാനുഷിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമായ വ്യക്തികളെ ഒന്നിപ്പിച്ച് ഈ ആഗോള പ്രസ്ഥാനം ഉയർന്നു വന്നു. ഓക്കെ, അത് 1945 ബോംബ് സ്ഫോടനങ്ങളുടെ സാക്ഷികളാണ്, ചരിത്ര സാക്ഷികളാണ് ഇതിലുള്ളതല്ലേ ഹിബാകുഷ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗത്തിന്റെയും അപകടങ്ങളെ കുറിച്ചും അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുന്നതിലൂടെയൊക്കെ സമാധാനം വളർത്തുന്നതിൽ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിവരണങ്ങളിലൂടെ അല്ലെ നമുക്ക് വ്യക്തമല്ല എന്താ ബോംബ് വീണെന്ന്, ദുരിതാണെന്ന് അറിയാം. പക്ഷെ അവരുടെ വേദനകളിലൂടെ ചിന്തിക്കാനാവാത്തത് ചിന്തിക്കാനും, അവരുടെ വേദനകൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത്ര വേദനയാണ്. അതുപോലെ ആണവായുധങ്ങൾ വരുത്തിവെച്ച അഗാധമായ വേദനയും കഷ്ടപ്പാടും മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംഘടനയാണ് നമ്മൾ അവിടെ ഹോൺ ഹിഡ് എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ നിഹോൺ ഹിഡാൻക്യോ ജപ്പാനീസ് സംഘടനയ്ക്കാണ് സമാധാനത്തിനുള്ള പുരസ്കാരം. അടുത്തത് വളരെ പ്രധാനപ്പെട്ടത് വരുന്നത് എക്കണോമിക്സിലാണ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ. 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം എന്ന് പറയുന്നത് ഡാരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ്. അപ്പൊ ഇവിടെയൊക്കെ നോക്കൂ, വരുന്നുണ്ട്, സണ്ണ് വരുന്നുണ്ട്, കണ്ടോ? രണ്ടിലും സൺ വരുന്നുണ്ട്. ഇവിടെ സൈമണിൽ സണ്ണുണ്ട്, ജോൺസണിൽ സണ്ണുണ്ട്, ജെയിംസ് എ റോബിൻസൺ വരുന്നുണ്ട്, ഡാരോൺ അസെമോഗ്ലു. നോക്കൂ, ഇതിൽ ഡാരോൺ അസെമോഗ്ലു എന്ന് പറയുമ്പോൾ എന്താണ്? ഡാരോൺ അസെമോഗ്ലു. അപ്പൊ മോഗ്ലു എന്ന് ഓർത്തു വെക്കാം, ഡാ എന്ന് ഓർത്തു വെക്കാം, റോൺ എന്ന് ഓർത്തു വെക്കാം. ഡാരാൻ അസെമോഗ്ലു നിങ്ങൾക്ക് പരിചയമുള്ളൊരു വാക്കായിട്ട് മാറുകയാണ്. ബാക്കിയൊക്കെ സണ്ണാണ്, സൈമൺ ജോൺസണും ജെയിംസ് എ റോബിൻസണും. എന്നിവർക്ക് സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും
അവ സമൃദ്ധിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നുമുള്ള കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് 2024 സാമ്പത്തിക സമ്മാനം. എങ്ങനെയാണ് സ്ഥാപനങ്ങൾ രൂപപ്പെടുന്നത്, അവ എങ്ങനെയാണ് സമൃദ്ധിയെ ബാധിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ സമൃദ്ധിക്ക് സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രാധാന്യം അവരുടെ ജേതാക്കൾ വിലയിരുത്തി. ദുർബലമായ നിയമവാഴ്ചയും ചൂഷണ സ്ഥാപനങ്ങളുമുള്ള സമൂഹങ്ങൾക്ക് വളർച്ച സൃഷ്ടിക്കാനോ പോസിറ്റീവ് മാറ്റം വരുത്താനോ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ അവരുടെ ഗവേഷണം നമ്മെ സഹായിക്കുന്നു. ഇവിടെ നിങ്ങൾ ഓർക്കുന്നത് PSC പഠനത്തിലും വളരെ പ്രധാനമാണ്. നമ്മുടെ ഇപ്പോൾ ഒരു ഗോൾഡൻ ബാച്ച് ഉണ്ട്. ആ ഗോൾഡൻ ബാച്ചിൽ നമ്മൾക്ക് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നിരന്തരമായി PSC ജയിക്കുന്നവർക്ക് വേണ്ട ഹാബിറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഒന്നാണ് ഗോൾഡൻ ബാച്ച് എന്ന് പറയുന്നത്. ആ ഗോൾഡൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ 8075963937 എന്നുള്ള എൻ്റെ നമ്പറിലേക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അതായത് PSCയിൽ ഉയർന്ന റാങ്കിൽ എത്തുന്നവർക്ക് എന്തെല്ലാം ശീലങ്ങളുണ്ടോ, ഗുണങ്ങളുണ്ടോ, ആ ഗുണങ്ങൾ നിങ്ങളിലും കൊണ്ടെത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് PSC പഠനം എളുപ്പമാക്കി മാറ്റുക, വളരെ പെട്ടെന്ന് കിട്ടുക എന്നുള്ള രീതിക്കാണ് നമ്മൾ ഗോൾഡൻ ബാച്ച് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ഇവിടെയും അതാണ്. അവർ നടത്തിയ പഠനത്തിൽ ദുർബലമായ നിയമവാഴ്ചയും ചൂഷണ സ്ഥാപനങ്ങളുമുള്ള സമൂഹങ്ങൾക്ക് വളർച്ച സൃഷ്ടിക്കാനോ പോസിറ്റീവ് മാറ്റം വരുത്താനോ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ളൊരു മാതൃക അവർ നൽകിയിട്ടുണ്ട്. അപ്പം ഞാനൊരു വിമർശനം ഉന്നയിക്കല്ല, ഒരു യൂട്യൂബർ പറയുകയാണ്, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ പുതിയ പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരില്ല എന്ന്. അതൊരു പക്ഷേ അയാൾ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടാവാം. ഓക്കെ, ഇവിടെയും പുതിയ പാഠത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഘടനയൊന്നും വല്ലാതെ മാറിയിട്ടില്ല, പക്ഷെ അതിൽ പുതിയ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ആ പുതിയ വിവരങ്ങൾ കഴിഞ്ഞ LGSന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ LGSന് തുടർച്ചയായി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സാമിൽ പുതിയ വിവരങ്ങൾ ചോദിച്ചില്ല എന്നേ ഉള്ളൂ ആ പാഠഭാഗത്തിൽ. അതുകൊണ്ട് നിങ്ങൾ SCERT പുതിയ പാഠഭാഗങ്ങൾ പഠിക്കുന്നത് ഒഴിവാക്കരുത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ വിപണന തന്ത്രത്തിൻ്റെ അങ്ങനെ വിപണന തന്ത്രത്തിൻ്റെ ഭാഗമായി, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക കപട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസ്താവിക്കും. മറ്റ് എററുകൾ പറ്റാം, ഒരാൾ പറയുമ്പോൾ എറർ പറ്റാം, പക്ഷെ അത് വരില്ല എന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം SCERT ബുക്കാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പം നമ്മൾ ആ പാറ്റേൺ വിശകലനം ചെയ്യുമ്പോൾ ഒരൊറ്റ എക്സാമിനെ കുറിച്ചിട്ടല്ല, ചിലപ്പോൾ അവരത് ചെയ്തിട്ടുണ്ടാവില്ല പുതിയ പാഠങ്ങളെ കുറിച്ചിട്ട്. അപ്പം ഞാനും മുഴുവൻ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ കോഴ്സിൽ നമ്മളിത് കൊടുക്കുന്ന ഉറപ്പാണ്. ഈ 2025 കൂടി നമ്മളിത് മുഴുവൻ കൊടുക്കും. അപ്പം ഇവിടെ എന്താ വെച്ചാൽ ഈ സംഘടനകൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലുള്ളൊരു മാതൃക അവർ നൽകിയിട്ടുണ്ട്. ആ മോഡലിന് 3 പ്രധാന ഘടകങ്ങളുണ്ട്. അത് നമ്മളെക്കുറിച്ച് അറിയേണ്ട മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇതാണ് അവർക്ക് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അമേരിക്കയിലെ ഒരു ഗ്രാമത്തെയും അതിന് തൊട്ടടുത്ത് അമേരിക്കയുടേതല്ലാത്ത ഒരു ഗ്രേമത്തെയും അവർ കമ്പയർ ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ PSC പഠനമാണെങ്കിലും മറ്റെന്താണെങ്കിലും അതിനെയൊക്കെ പഠിക്കുന്നതിനുള്ള ഡാറ്റ അനലൈസ് ചെയ്യാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ബിഗ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ക്ലിയർ? അവിടുന്ന് ഒരു പാറ്റേൺ നമുക്ക് പ്രവചിക്കാൻ പറ്റും വരാൻ പോകുന്നതിൻ്റെ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ PSC വിജയം എങ്ങനെ നേടാം, ആ റാങ്ക് ജേതാക്കളുടെ ക്യാരക്ടർ പഠിച്ചുകൊണ്ടൊരു പാറ്റേൺ നമുക്ക് പ്രവചിക്കാൻ പറ്റും. മുൻകാല ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ നമുക്ക് പ്രവചിക്കാൻ പറ്റും. കുറച്ച് വിശാലമാകും. ആകെ വരുന്ന 100 ചോദ്യങ്ങളും പ്രവചിക്കുക എന്നുള്ളതല്ല. SCERT ബുക്കിൽ നിന്നായിരിക്കും, ഇനി മറ്റേ പരിഷ്കരിച്ച പുതിയ പാഠഭാഗത്ത് നിന്ന് വരാം. കാരണം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ധാരാളം വന്നിട്ടുണ്ട്. ഓക്കെ, അധികം സിലബസിൽ ഒതുങ്ങിയിട്ടതായിരിക്കും. ഇപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം 2 ചോദ്യങ്ങളാണ് ഒരു അസാധാരണ ചോദ്യങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റതൊക്കെ മുൻകാലങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ഇപ്പം നോബൽ പ്രൈസ് ഒക്കെ പണ്ടൊക്കെ ആണെങ്കിൽ നോബൽ പ്രൈസിനെ കുറിച്ച് മാത്രം ആർക്ക് കിട്ടിയെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. വളരെ പണ്ട് കാലത്താണെങ്കിൽ സാഹിത്യത്തിനും സമാധാനത്തിനുമുള്ളതേ ചോദിക്കൂ. പിന്നീട് ഫിസിക്സ് വന്നു, കെമിസ്ട്രി വന്നു, ബയോളജി മറ്റെല്ലാം കയറി വന്നു. ഇപ്പം എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വസ്തുക്കളിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ ആ പാറ്റേൺ അനുസരിച്ചിട്ട് പഠനം നടത്തണം. അപ്പം നിങ്ങൾ വിചാരിക്കും പുതിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടേണ്ടി വന്നു. അല്ല, സിലബസ് കൃത്യമായി PSCയുടെ ഓരോ പരീക്ഷയ്ക്കുമുള്ള സിലബസ് കൃത്യതയാർന്നതായി. അതിൽ നിന്ന് വേറിട്ട് വരുന്ന ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകാല ചോദ്യങ്ങളെ നോക്കി നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഇത് പറയുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ സ്വഭാവം, അവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ, അതൊക്കെ ആകുമ്പോൾ കുറേ ഡാറ്റ വേണം. അത്തരം ഡാറ്റകളെയൊക്കെ ഒന്നിച്ച് അനലൈസ് ചെയ്യാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കയിൽ ആ ഗ്രാമം സമ്പന്നമാവുകയും അതേ തരത്തിലുള്ള വിഭവങ്ങളും ഭൗതിക ചുറ്റുപാടുകളുമുള്ള മറ്റൊരു ഗ്രാമം വളരെയധികം അപകടത്തിലാവുകയും ചെയ്യാനുള്ള കാരണം എന്താണ്? നിയമവാഴ്ചയുടെ കുറവും രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ കൊള്ളരുതായ്മയുമാണ്. രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ തന്നെ സാമൂഹ്യ സ്ഥാപനങ്ങൾ കുറേ എണ്ണുണ്ടല്ലോ. അതിൻ്റെ കൊള്ളരുതായ്മയുമാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനും ഇന്ത്യയിലെ വിഭവ വിതരണത്തിലെ അസമത്വത്തിനും ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥയ്ക്കുമൊക്കെ ഒരു ഘടകം ഇത് തന്നെയാണ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ. ഞാൻ പറയുന്നത്, ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ PSC പഠനത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ ഹാബിറ്റുകളിൽ മാറ്റം വരാനുണ്ട്. ആ ഹാബിറ്റുകൾ, നിങ്ങളുടെ ശീലങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ 10th ലെവൽ എക്സാമുകൾക്കുള്ള ഗോൾഡൻ ഗ്രൂപ്പ്, PSC ഗോൾഡൻ ഗ്രൂപ്പ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇനി അടുത്തത് ഹാൻകാങ് ആണ്, 2024 സാഹിത്യ സമ്മാനം. അപ്പം അവരുടെ ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിൻ്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന തീവ്രമായ കാവ്യഗദ്യമാണ് അവരുടേത്. അവരുടെ ശൈലിക്ക് ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുന്നു, മനുഷ്യ ജീവിതത്തിൻ്റെ ദുർബലത തുറന്നുകാട്ടും. ഓക്കെ, അപ്പോൾ അവിടെ അദൃശ്യമായ സാമൂഹിക മാനദണ്ഡങ്ങൾ പരിവേഷണം ചെയ്യുന്നുണ്ട്. അദൃശ്യമായ സാമൂഹിക മാനദണ്ഡങ്ങളുണ്ട്, നമ്മുടെയൊക്കെ രാജ്യത്തുണ്ട്. ദൃശ്യമല്ല, അദൃശ്യമാണ്. നമ്മുടെ ഭരണഘടന വീക്ഷിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ചില മാനദണ്ഡങ്ങളുണ്ട് പല കാര്യങ്ങൾക്കും. അവരുടെ കൃതികൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയിലേക്ക്, ശരീരത്തിലും ആത്മാവിലേക്കും ആഴ്ന്നിറങ്ങുന്നു. മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അവരുടെ അതുല്യമായ ഉൾക്കാഴ്ചകൾ പ്രദർശിപ്പിക്കുന്നു. സാഹിത്യവും സമൂഹവും എന്ന മാസികയിൽ നിരവധി കവിതകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് അവരുടെ സാഹിത്യയാത്ര ആരംഭിക്കുന്നത്. സാഹിത്യവും സമൂഹവും. ലവ് ഓഫ് യോസ്മ എന്ന ചെറുകഥാ സമാഹാരത്തിലൂടെയാണ് ഹാൻകാങ്ങിന്റെ ഗദ്യത്തിലെ അരങ്ങേറ്റം. ലവ് ഓഫ് യോസു ട്ടോ. ദി വെജിറ്റേറിയൻ എന്ന നോവലിലൂടെയാണ് അവർ അന്താരാഷ്ട്ര അംഗീകാരം നേടിയത്. ഓക്കെ, ഭക്ഷണ ഉപഭോഗത്തെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹിക മാനദണ്ഡങ്ങളെ നിരസിക്കുമ്പോൾ നായികയായ യോങ് ഹൈ നേരിടുന്ന പ്രക്ഷുബ്ധമായ പ്രത്യാഘാതങ്ങളെ പര്യവേഷണം ചെയ്യുന്നു. അതിൻ്റെ നായികയാണ് യോങ് ഹൈ. ദി വെജിറ്റേറിയൻ, അത് മാംസാഹാരം ഉപേക്ഷിച്ച ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ 3 ഭാഗങ്ങളായിട്ട് എഴുതിയ കൃതി ഭക്ഷണ ഉപഭോഗത്തെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹിക മാനദണ്ഡങ്ങളെ നിരസിക്കുന്നു. ലവ് ഓഫ് യോസ്മ എന്ന ചെറുകഥ സമാഹാരത്തിലൂടെയാണ് ഗദ്യത്തിൻ്റെ അരങ്ങേറ്റം. സാഹിത്യവും സമൂഹവും. അതോടൊപ്പം തന്നെ അവരിൽ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, അവർ ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യത്തിൽ തന്നെ, ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ മുഴുവൻ വിശദീകരണവുമുണ്ട്. എന്തെല്ലാമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അത് മുഴുവൻ നിങ്ങൾ ഓർത്തിരിക്കണം. അവർക്ക് 2024 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടി. നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾ വിശദമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ പുസ്തകമാണ്. ഓക്കെ, അപ്പോൾ ദ വൈറ്റ് ബുക്ക് ഉണ്ട്, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് സാഹിത്യ നോബൽ ലഭിക്കുന്ന, സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യക്കാരി എന്നല്ല, ആദ്യ ഏഷ്യൻ വനിത എന്നെ ഓർത്തു വയ്ക്കുക. ദി വെജിറ്റേറിയൻ നമ്മളല്ലേ, അതിലൂടെയാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. അവർക്ക് അതിന് മാൻ ബുക്കർ പുരസ്കാരം നേടുന്നു. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ദ ലവ് ഓഫ് യോസു എന്നുള്ള ചെറുകഥാ സമാഹാരവും നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, സാഹിത്യവും സമൂഹവും എന്ന മാസിക ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ, കാരണം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നു, യോങ് ഹൈ എന്നുള്ള കഥാപാത്രത്തെ കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. ഭൂമിയിലെ ജൈവ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? അത് വാൾട്ടർ ജി റോസനാണ്. ഇതും ക്ലാസ് 8 ചാപ്റ്റർ 13 PSCക്ക് മുൻകാലത്ത് ചോദിച്ചിട്ടുണ്ട്. ജൈവ വൈവിധ്യം എന്നുള്ളൊരു പാഠം, ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പാഠം ഇപ്പോൾ 7ാം ക്ലാസ്സിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് 8ാം ക്ലാസ്സിലെ പാഠമാണ്. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും, ഇല്ല 8ാം ക്ലാസ്സിൽ തന്നെ, അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം. ആ വാക്കൊന്ന് ഓർത്തു വെച്ചോളൂ. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം. ഞാൻ പലപ്പോഴും ഈ PSC എക്സാമുകളിൽ കണ്ടിട്ടുള്ളത്, നിങ്ങൾ സയൻസ് ഒഴിവാക്കി വയ്ക്കുന്നു. അപകടമാണത് മക്കളെ.
കാരണം നമ്മുടെ PSCയുടെ റാങ്കുകൾ കട്ട് ഓഫ് മാർക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തിരയുന്നത് ജോഗ്രഫിയും ഹിസ്റ്ററിയുമാണ്. ശരി, അതിന് 40 മാർക്കുണ്ട്. ജോഗ്രഫിയും ഹിസ്റ്ററിയും 40 മാർക്കുണ്ട്. ഭരണഘടന നിങ്ങൾ അധികം കാണുന്നില്ല, നമുക്ക് നോക്കിയാൽ അറിയാം. അതിന് മാർക്കുണ്ട് 10 മാർക്ക്. 20 മാർക്ക് സയൻസ് എന്നുണ്ട്, 20 മാർക്ക് മാത്സ് ഉണ്ട്. നിങ്ങളെല്ലാം പഠിക്കണം. ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ പഠനം നിങ്ങളെ അപകടത്തിൽ ചാടിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിന്നൊക്കെ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇപ്പം ബയോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ജൈവ വൈവിധ്യം ഒന്ന് ഓർത്തു നോക്കൂ. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും, ജീവസമൂഹവും ആവാസ വ്യവസ്ഥയും ചേർന്നതാണ് ജൈവ വൈവിധ്യം. ഇപ്പൊ ജൈവ വൈവിധ്യത്തിൽ തന്നെ പലതരത്തിലുള്ള വൈവിധ്യമുണ്ട്. ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യമുണ്ട്, സ്പീഷീസുകളുടെ വൈവിധ്യമുണ്ട്, ജനിതക വൈവിധ്യമുണ്ട്. ഇപ്പൊ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നതയെ കുറിക്കുന്ന പദമാണ്. ഇത് 1985 വാൾട്ടർ ജി റോസൻ എന്ന ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ആദ്യം ഉപയോഗിച്ചത്. വർഷം ഓർത്തു വയ്ക്കുക, 1985 വാൾട്ടർ ജി റോസൻ. ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചതാണ് ദ സൈലന്റ് സ്പ്രിംഗ്, ഒരു പക്ഷിയും പാടുന്നില്ല എന്ന സബ് ഹെഡിങ്ങിൽ. അവിടെ SCRT ബുക്കിലുള്ളതാണ്, ചോദിച്ചിട്ടുണ്ട്. എന്താണ് സൈലന്റ് സ്പ്രിംഗ് എന്നുള്ള കൃതിയുടെ കർത്താവാര്? അതേ പാഠപുസ്തകത്തിലുള്ളതാണ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാൾസൺ എന്ന അമേരിക്കൻ ഗവേഷക 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. ചോദിച്ചിട്ടുള്ളത് സൈലന്റ് സ്പ്രിംഗ് ആരെഴുതി? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ എന്താണ് DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? അതും സൈലന്റ് സ്പ്രിംഗ് ആണ്, അമേരിക്കയിൽ. അപ്പോൾ എന്ന പുസ്തകം ലോകശ്രദ്ധ നേടുകയുണ്ടായി. ഇൻസെക്ട് ബോംബ് എന്ന ഓമന പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി DDT കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെ ചെറു ജന്തുക്കളോടൊപ്പം പക്ഷികളോടും കൂട്ടത്തോടെ ചത്തു. ഈ റേച്ചൽ കാൾസൺ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരവധി ആഘോഷിക്കാൻ പോയപ്പോൾ സാധാരണയായി അവിടെ പക്ഷികൾ പാടാറുണ്ട്. പക്ഷെ ആ വർഷം പോയപ്പോൾ അവിടെ പക്ഷികൾ പാടുന്നില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ പക്ഷികളൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. കാരണം എന്താണ്? അവർ ചെന്നെത്തിയത് ഈ DDT, ഈ ഇൻസെക്ട് ബോംബ് എന്നുള്ള നിലയിൽ പെട്രോൾ ഉൽപ്പന്നങ്ങളിൽ DDT കലർത്തി വിതറിയതാണ് പ്രശ്നത്തിന് കാരണമെന്ന് അവർ കണ്ടെത്തുകയും അങ്ങനെ ആ കാര്യം കാൾസൺ നിശബ്ദ വസന്തത്തിൽ ദ സൈലന്റ് സ്പ്രിംഗ് എന്നുള്ള കൃതിയിൽ റേച്ചൽ കാൾസൺ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ മിക്ക കീടനാശിനികളും, DDT അടക്കമുള്ള മിക്ക കീടനാശിനികളും ക്യാൻസറിന് വഴി വയ്ക്കുമെന്നുള്ള പഠന റിപ്പോർട്ട് പുറപ്പെടുവിക്കുന്നു. അങ്ങനെ 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് ഈ പുസ്തകമാണ്. ഈ ഭാഗത്തും ചോദ്യം വന്നു. അപ്പോൾ അതിൽ ഇൻസെക്ട് ബോംബ് എന്താണെന്ന് അറിയണം. 1972 അമേരിക്ക DDT നിരോധിച്ചത് എന്നുള്ളത് നിങ്ങൾ കുറിച്ച് വെക്കണം. റേച്ചൽ കാൾസൺ, നിശബ്ദ വസന്തം, ഇതൊക്കെ ഒന്ന് കുറിച്ച് വെക്കണം. ഓക്കെ. മാരക കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമാണ്. ഈ പുസ്തകത്തിന് നിങ്ങൾക്ക് ചോദ്യം വരാനുള്ള ഭാഗമാണ് ഇൻസിറ്റ് കൺസർവേഷൻ. എക്സിറ്റ് കൺസർവേഷനെ കുറിച്ചിട്ടും ഇൻസിറ്റ് കൺസർവേഷനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാണിവ. എന്തെന്ന് പറയുന്നത്? വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകൾ. പേപ്പാറ, പെരിയാറ്, വയനാട് തുടങ്ങിയവ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ്. നാഷണൽ പാർക്കുകൾ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സംഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ്. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിക്കാൻ വേണ്ടി വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. ഓക്കെ. പേപ്പാർ, പെരിയാറ്, വയനാട് 18ഓളം വന്യജീവി സങ്കേതങ്ങൾ. നാഷണൽ പാർക്കുകളോ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാഷണൽ പാർക്കുകൾ ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാട് ചോല എന്നിങ്ങനെ 5 നാഷണൽ പാർക്കുകളാണ് കേരളത്തിലുള്ളത്. അതിലൊന്നു മാത്രമാണ് പാലക്കാട്, സൈലന്റ് വാലി, മണ്ണാർക്കാട് താലൂക്കിൽ. ബാക്കിയെല്ലാം തന്നെ ഇടുക്കി ജില്ലയിലാണ്. ബാക്കി 4 ഓർത്തിരിക്കുക. അത് മാത്രം പോരട്ടാ, ദേശീയ പാർക്കുകളെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പുസ്തകത്തിനപ്പുറത്തേക്കും ചോദിച്ചിട്ടുണ്ട്. പഴയകാല ചോദ്യങ്ങളെ തന്നെ ആശ്രയിച്ചാൽ മതി. ഇനി കമ്മ്യൂണിറ്റി റിസർവുകൾ.
പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിൽ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണിവ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. അപ്പൊ കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണം ചോദിച്ചാൽ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിന്റെ പേരെഴുതാൻ സാധിക്കും. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? ഫിസിക്സ് എന്നുള്ള ചോദ്യമാണ്. നമ്മളെല്ലാം കവർ ചെയ്യും ഈ സീരീസിൽ കേട്ടോ. അല്ലാതെ ഏതെങ്കിലും നിങ്ങൾക്ക് മാത്സിന് വേണ്ടി വേറെ ഒന്നും വേണ്ട, നിങ്ങൾ നിരന്തരമായിട്ടത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ എക്സാം നിങ്ങൾ മുഴുവൻ കേൾക്കുക കേട്ടോ, കാണുക, നിങ്ങൾക്കിത് ഗുണം ചെയ്യും. കാരണം മുൻകാല ചോദ്യങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ 90-ലധികം ചോദ്യങ്ങൾ, അതായത് 98 ചോദ്യങ്ങളും മുൻകാല ചോദ്യങ്ങളുടെ അതേ പാറ്റേൺ അനുസരിച്ച് വന്നാണ്. ബാക്കി 2 ചോദ്യങ്ങൾ ചിലപ്പോൾ എൻ്റെ ശ്രദ്ധക്കുറവുണ്ടായിരിക്കും, ചിലപ്പോൾ ആ 2 ചോദ്യങ്ങളും ഇങ്ങനെ തന്നെ വന്നതായിരിക്കും. പക്ഷെ എൻ്റെ 2 ചോദ്യങ്ങളൊന്ന് വേറിട്ട് നിൽക്കുന്ന ചോദ്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇവിടെ ഞാൻ ഓരോന്നിനും, ഇത് ഒക്കെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം. ജനറേറ്ററിൽ എന്താ ഊർജ്ജ പരിവർത്തനം നടക്കുന്നത്? ജനറേറ്ററിൽ യാന്ത്രികോർജം, അല്ലെ, ജനറേറ്റർ ഇങ്ങനെ കറങ്ങുന്നു, അതിനെങ്ങനെ കറങ്ങുന്ന അതിനെ പ്രവർത്തനത്തെയൊക്കെ പറയുക യാന്ത്രികോർജം എന്നാണ്. ഒരു മിക്സി കറങ്ങുകയാണെങ്കിൽ അത് യാന്ത്രികോർജവുമായി ബന്ധപ്പെട്ടതാണ്. ഫാൻ കറങ്ങുമ്പോൾ അത് യാന്ത്രികോർജവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ജനറേറ്റർ കറങ്ങുന്നു, അതിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. അവിടെ കിട്ടി. അങ്ങനെയുള്ള ഊർജ്ജ പരിവർത്തനങ്ങൾ ഓർക്കണം. ഇപ്പം ഡൈനാമോ നിങ്ങൾക്കറിയാമല്ലോ. ഡൈനാമോയിൽ എന്താ ചെയ്യുന്നത്? ഡൈനാമോ, സൈക്കിളിൻ്റെ ഡൈനാമോ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. സൈക്കിളിൽ ഒരു ഡൈനാമോ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു തൊപ്പിയൊക്കെ വെച്ചും കൊണ്ടൊരു കുപ്പി പോലെ ഒരു സാധനം ഉണ്ട് പണ്ട്. അതിലെ ഈ തൊപ്പിയിലെ ഈ ഇതിങ്ങനെ കറങ്ങുമ്പോൾ നമ്മുടെ ബൾബ്, സൈക്കിളിലെ ബൾബ് ഇങ്ങനെ കത്തും. ഇപ്പം ഡൈനാമോയിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇലക്ട്രിക് ഫാനിലേക്ക് എന്താ പോണത്? വൈദ്യുതോർജം. അതെന്തായി മാറുന്നു? യാന്ത്രികോർജമായി മാറുന്നു. സോളാർ സെല്ലിലോ സൗരോർജമാണ് അവിടെ ചെല്ലുന്നത്, അത് വൈദ്യുതോർജമായി മാറുന്നു. ഇലക്ട്രിക് ബൾബിലോ വൈദ്യുതോർജം പ്രകാശോർജമായും അതുപോലെ തന്നെ ബൾബ് ചൂടാവുന്നുണ്ട്, താപോർജമായി മാറുന്നു. ബാറ്ററിയിലോ രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഓർക്കുക, അവിടെ വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്നു. പക്ഷെ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ബൾബ് കത്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുമ്പോൾ, അടുത്ത രാസോർജം ആദ്യം വൈദ്യുതോർജമായിട്ട് മാറും. പിന്നെ വൈദ്യുതോർജമാണ് നമ്മൾ എന്ത് ഉപകരണമാണോ പ്രവർത്തിക്കുന്നത് അതിന് ഗുണകരമായിട്ടുള്ള ഒന്നായിട്ട് മാറും. അപ്പം ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജം രാസോർജമായിട്ട് മാറും. ശ്രദ്ധിക്കണേ, ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജം രാസോർജമായിട്ട്, പിന്നെ രാസോർജം വീണ്ടും വൈദ്യുതോർജമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓർക്കേണ്ടത് മൈക്രോഫോൺ. ഇപ്പോൾ കണ്ടു മൈക്രോഫോൺ, ഈ മൈക്രോഫോണിൽ പതിക്കുന്ന ശബ്ദോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത്. അതേസമയം അത് പിന്നീട് ലൗഡ് സ്പീക്കറിലേക്ക് എത്തും. ലൗഡ് സ്പീക്കറിൽ എന്താ ചെയ്യുന്നത്? ലൗഡ് സ്പീക്കറിൽ ഈ ചെല്ലുന്ന വൈദ്യുതോർജം പിന്നീട് എന്തായിട്ട് മാറുന്നു? ശബ്ദോർജമായിട്ട് മാറുന്നു. മൈക്രോഫോണിൽ ഞാൻ ശബ്ദിക്കുന്നു, ശബ്ദിച്ചു കഴിഞ്ഞാൽ ഈ വയറിലൂടെ, ഇതിന് താഴെ ഒരു വയറുണ്ട്, ആ വയറിലൂടെ ഈ ശബ്ദോർജം വൈദ്യുതോർജമായി മാറിപ്പോകും. എന്നാൽ അത് പിന്നീട് നിങ്ങളുടെ മൊബൈലിൽ എത്തുമ്പോൾ ആ വൈദ്യുതോർജം എന്തായിട്ട് മാറുന്നു? ശബ്ദോർജമായി മാറുന്നു. അപ്പോൾ അവിടെ സ്പീക്കറായി. ഫോണും സ്പീക്കറും ഓർത്തിരിക്കുക, മൈക്രോഫോൺ. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് മോട്ടോർ, അവിടെ വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. ഗ്യാസ് സ്റ്റൗവിൽ എന്താ? രാസോർജമാണ്. ആ ഗ്യാസിലുള്ള രാസോർജം താപോർജമായി മാറുന്നു, പ്രകാശോർജമായി മാറുന്നു. മൈക്രോഫോൺ ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ലൗഡ് സ്പീക്കർ വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്നു. ടെലിവിഷനോ വൈദ്യുതോർജത്തെ ശബ്ദോർജവും പ്രകാശോർജവും താപോർജവുമായി മാറ്റുന്നു. ഹെയർ ഡ്രയർ വൈദ്യുതോർജത്തെ ശബ്ദോർജവും താപോർജവും ഗതികോർജവുമാക്കി മാറ്റുന്നു. ഹെയർ ഡ്രയർ. മറ്റേ അയൺ ബോക്സ് ഇല്ലേ, നമ്മൾ ഇസ്തിരി ഇടുന്ന അയൺ ബോക്സിൽ എന്താ? വൈദ്യുതോർജം താപോർജമായിട്ട് മാറും. മെഴുകുതിരി കത്തുമ്പോൾ രാസോർജം പ്രകാശോർജവും താപോർജവുമായി മാറും. അതുപോലെ തന്നെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? പ്രകാശോർജം രാസോർജമായിട്ട് മാറുകയാണ്. പ്രകാശോർജം എന്തായിട്ട് മാറുന്നു? രാസോർജമായി മാറുന്നു പ്രകാശ സംശ്ലേഷണത്തിൽ. ഓർത്തിരിക്കുക. നമുക്ക് കുറച്ച് കണക്ക് ചോദ്യങ്ങൾ ചെയ്യാം. എല്ലാതും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഇനി നിങ്ങൾക്ക് ലഭിക്കുക. കുറച്ച് സയൻസ്, കുറച്ച് 60 മാർക്കിന് കുറച്ച് ഭാഗം നമ്മൾ എന്തുമായിട്ടെടുക്കും? സയൻസ്, കുറച്ച് ഭാഗം കണക്ക്, കുറച്ച് ഭാഗം പൊതുവിജ്ഞാനമായിട്ട്. മറ്റേത് ആ വീഡിയോ മാത്രം ഇടുമ്പോൾ നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ മുഴുവൻ കാണുക. ഇത് എളുപ്പമാണ്. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം, മാത്സ് ശ്രദ്ധിച്ചിരിക്കണേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയും.
നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. മടി കൊണ്ട് ചെയ്യാതിരിക്കരുത്. നമ്മൾ ഓർത്തിരിക്കുക, സമചതുരാകൃതിയായ ഒരു, എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? കുറേ പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ സമചതുരാകൃതിയായ എന്തിൻ്റെ സമചതുരാകൃതി? ആ സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം, ഇത് സമചതുരമല്ല, തൽക്കാലം സമചതുരാണ് വിചാരിക്കുക, കാരണം എല്ലാ വശങ്ങളും തുല്യമാകുമ്പോഴാണ് സമചതുരം. ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. അപ്പോൾ ഒരു തുണിയുടെ നീളം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം 1 മീറ്ററാണ്, നീളവും വീതി 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട്. അപ്പോൾ ആ തുണിയുടെ വില കണക്കാക്കുമ്പോൾ നമ്മൾ മീറ്റർ സ്ക്വയർ, എത്ര ചതുരശ്ര മീറ്റർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മറ്റേ വിസ്തീർണം, പരപ്പളവ് എന്ന് പറയുന്നത് അതിൻ്റെ നീളം ഇൻറ്റു വീതിയാണ്. 1 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ തുണിക്ക് 100 രൂപ വില. കണ്ടോ? എങ്കിൽ ആ തുണിയുടെ പകുതി നീളം എന്ന് പറയുമ്പോൾ എന്തായി മാറി? 1/2 മീറ്ററായി മാറി അല്ലെ? പകുതി നീളമായിട്ട് മാറി, 1/2 മീറ്ററായി മാറി. 1/2 മീറ്ററായിട്ട് മാറുകയാണ്. എവിടെ? നീളവും വീതിയും 1/2 മീറ്ററായി. ഇപ്പൊ വിസ്തീർണം എന്താണ്? നീളം ഇൻറ്റു വീതി 1/2 ഇൻറ്റു 1/2 1/4 മീറ്റർ, 1/4 മീറ്റർ സ്ക്വയർ എന്നായി മാറി. 1 മീറ്റർ സ്ക്വയറിന് 100 രൂപയാണെങ്കിൽ 1/4 മീറ്റർ സ്ക്വയറിന് 100ന്റെ 4/1 എത്രയാ? 25. ഇത്രയല്ലേ ഉള്ളൂ, 25 രൂപ. ഇങ്ങനെ കണക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിയും. കണക്ക് ചെയ്യാൻ നോക്കുക, പുതിയ കണക്ക്. അപ്പോൾ അറിയാവുന്ന കണക്കുകളൊക്കെ പഠിച്ചു പോവുക. അറിയാത്തതിലേക്ക് നിങ്ങൾ മെല്ലെ എത്തും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, കണക്കൊന്നും ഉപേക്ഷിച്ച് പോകണ്ട, മെല്ലെ ചെയ്തെത്തും. ഏത് 2 ചിഹ്നങ്ങൾ മാറ്റിയാലാണ് 5 + 3 × 8 - 12 ഹരിക്കണം 4 = 3 എന്ന സമവാക്യം ശരിയാവുക? ചിലർ പറഞ്ഞതൊരു പുതിയ ചോദ്യമാണല്ലോ. ചിഹ്നങ്ങൾ മാറ്റുന്നതിലും ഒക്കെ വരാറുണ്ടല്ലോ. ഒന്ന് വ്യത്യസ്തമായി ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിളാണ്, ശ്രദ്ധിച്ചോളൂ. നിങ്ങളിവിടെ ഒരു പേടിയും പേടിക്കണ്ട, ചിഹ്നങ്ങൾ മാറ്റിയാൽ മതി. ആദ്യം പ്ലസും മൈനസും മാറ്റി വെക്കാനാണ് പറയണത്. നമുക്ക് മാറ്റി നോക്കാം. അപ്പം 5 സൂക്ഷ്മതയോട് വെക്കുക. പ്ലസ് മൈനസ് ആക്കണം, മൈനസ് പ്ലസ് മൈനസ് ആക്കണം, മൈനസ് പ്ലസ് ആക്കണം. 3 × 8 മാറ്റില്ല. മൈനസിനെ പ്ലസ് ആക്കണം, പ്ലസ് 12 ഹരിക്കണം 4. ഇനി ബോർഡ് മാസ് ചെയ്യണം. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഇപ്പം ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. 12 ഹരിക്കണം 4 ചെയ്യണം. അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് 3 × 24. ഇനി അഡീഷനും സബ്സ്ട്രാക്ഷനും 5 - 24 + 3. 5 3 കൂടി കൂട്ടിയാൽ 8. 8 ന്ന് 24 പോയി കഴിഞ്ഞാൽ എത്ര എന്ന് കിട്ടും? നമുക്ക് -16 എന്ന് കിട്ടും. ശരിയല്ല? നമ്മൾ അടുത്തതിലേക്ക് എടുത്തു, അത് ശരിയാവില്ല. 3 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ അടുത്തതിലേക്ക് എടുത്തു. അടുത്തത് എന്താ? മൈനസിനെ പ്ലസ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, മൈനസിനെ ഹരണമാക്കാനും ഹരണത്തെ എന്താക്കാനും പറഞ്ഞിട്ടുണ്ട്? മൈനസ് ആക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഇവിടെ 5 + 3 × 8 ഇതുവരെ കുഴപ്പമില്ല. ഇനി മൈനസിനെ ഹരണമാക്കണം, ഹരണം 12. ഹരണത്തെ മൈനസ് ആക്കണം, -4. ബോർഡ് മാസ് പ്രകാരം ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. ഇനി വരുന്നത് ഡിവിഷൻ ആണ്. 8 ഹരിക്കണം 12. 8/12 എന്ന് പറഞ്ഞാൽ 2 4 8, 3 4 12. നമുക്ക് 8/12 ഞാൻ വെട്ടി ചെറുതാക്കിയെന്നേ ഉള്ളൂ. 2 4 8, 3 4 12, 2/3 ആയി മാറി. ഇവിടെ ഒരു -4 ഉണ്ട്. ആ -4നെ എന്താക്കി മാറ്റണം? മൈനസിനെ ഹരണമാക്കി മാറ്റി, ഹരണത്തെ മൈനസ് ആക്കി മാറ്റി. ഇനി എന്താക്കി മാറ്റണം? മൈനസിനെ ഹരണമാക്കണം, ഹരിക്കണം 4 എന്നാണ്. ഹരണത്തെ കേട്ടോ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് മൈനസ് ഹരണമാണ്. ഇവിടെ ഹരണത്തെ നമ്മൾ ചെയ്തു കൊടുത്തൊരു ചെറിയ തെറ്റുണ്ട്. ഇവിടെ ഹരണത്തെ മൈനസ് ആക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എവിടെയോ ശരിയാ. 5 - 3 × 8 ഹരിക്കണം 12 -4 ചെയ്തത് ശരിയാണ്. ഞാൻ മാറ്റിയെടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. ഈ മൈനസിന് പകരം ഹരണം കൊണ്ടുവന്നു, ഹരണത്തിന് പകരം മൈനസും കൊണ്ടുവന്നു. ശരിയാണ്. 5 + 3 × 8 ഹരിക്കണം 12 എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി മാറ്റി? 2/3 ആക്കി മാറ്റി, -4. ഇനി നോക്കൂ, 3 3 വെട്ടിപ്പോയി. അപ്പം ഇവിടെ നമുക്ക് ഇത് മൊത്തം 2 എന്ന് കിട്ടി. 3 3 വെട്ടിയപ്പോൾ. അപ്പം 5 + 2 -4. 5 ന്ന് 2 7, 7 ന്ന് 4 പോയാൽ സോ സിമ്പിൾ ആണ് ആൻസർ. ബി ആണ് ആൻസർ എന്ന് കിട്ടി. ആ വേണ്ടത് അവിടെ മാറ്റിയിട്ട് കൊടുത്താൽ മതി. 2 സംഖ്യകളുടെ ലാസാഗു 60, ഊസാഗ 3 എത്ര തവണ ആവർത്തിച്ച ചോദ്യമാണ്. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്?
അപ്പോ രണ്ട് സംഖ്യകളുടെ ലാസാഗു 60 ഊസാഗ 3. ലാസാഗു ഇൻറ്റു ഊസാഗ എപ്പോഴും സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. സംഖ്യകളുടെ ഗുണനഫലം. ഇപ്പൊ ഇവിടെ ലാസാഗു 60 ഊസാഗ 3. സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? 12x സമം 60 ഇൻറ്റു 3. അപ്പൊ എക്സ് കിട്ടാൻ 60 ഇൻറ്റു 3/12. 60ൽ 12 5 പ്രാവശ്യം പോവും. 5 ഇൻറ്റു 3 സമം നമുക്ക് 15 എന്നുള്ള ഉത്തരം കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. √15² പ്ലസ് 12² മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12. ഇവിടെ നോക്കുക, റൂട്ട് ഓഫ്, ഞാൻ ഈ 15² എന്നുള്ളതിന് പകരം എ എന്ന് കൊടുത്തു, 15 പകരം a², 12 പകരം ബി എന്ന് കൊടുത്തു, b². അപ്പൊ 2 ഇൻറ്റു ഈ 15 എന്ന് പറഞ്ഞാൽ എ ആണ്, 12 എന്ന് പറഞ്ഞാൽ ബി ആണ്. a² പ്ലസ് b² മൈനസ് 2ab. നിങ്ങൾക്ക് കേട്ടാൽ ഓർമ്മല്ലേ എന്താണത്? സമം റൂട്ട് ഓഫ് a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? അല്ലേ? അപ്പൊ റൂട്ടും സ്ക്വയറും വന്നാൽ വെട്ടിപ്പോയി. ബാക്കി നമുക്ക് എത്ര കിട്ടി? a മൈനസ് ബി. അപ്പൊ ഇവിടെ എ എത്രയാണ് നമ്മൾ എടുത്തത്? 15. ബി എത്ര എടുത്തത്? 12. ഇപ്പൊ 15 മൈനസ് 12 സമം 3. ഇതേ ഫോം വരാം. a² പ്ലസ് b² പ്ലസ് 2ab എന്ന് വരാട്ടാ. a² പ്ലസ് b² പ്ലസ് 2ab എന്നും വരാം. അത് a പ്ലസ് ബി ആയിട്ട് എടുക്കുക. അപ്പൊ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആക്കി എടുക്കുക. ഒരു മിശ്രിതത്തിൽ നോക്കൂ, അടുത്ത ചോദ്യം എത്ര എളുപ്പമാണെന്ന്. ഇതൊന്നും ഒരു വലിയ പ്രശ്നമില്ല. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളാട്ട. എത്ര ഭാഗം വെള്ളമാണ്? 4 ഭാഗം വെള്ളമാണ്. എത്ര ഭാഗം പാലാണ്? 5 ഭാഗം പാലാണ്. ടോട്ടൽ 9 ഭാഗം. അതിൽ 4 ഭാഗം വെള്ളം, 5 ഭാഗം പാല്. ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 മില്ലി ലിറ്റർ ആണ് എന്ന് പറഞ്ഞാൽ 4 ഭാഗം വെള്ളം എന്ന് പറഞ്ഞാൽ 80 മില്ലി ലിറ്റർ അല്ലേ? 4 ഭാഗം വെള്ളം, വാട്ടർ എന്നുള്ളതിന് ഞാൻ W എന്ന് എഴുതി, 80 മില്ലി ലിറ്റർ. അപ്പൊ ഒരു ഭാഗം വെള്ളം എന്ന് പറഞ്ഞാൽ 20 മില്ലി ലിറ്റർ അല്ലേ മക്കളെ? ഇനി നമ്മളോട് എത്ര ചോദിച്ചിരിക്കുന്നത്? പാലിന്റെ അളവ് എത്ര? പാൽ എത്ര ഭാഗമാണ്? 5 ഭാഗമല്ലേ? അപ്പൊ 5 ഭാഗം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 20 ആണ്. 5 ഇൻറ്റു 20 100 മില്ലി ലിറ്റർ. കഴിഞ്ഞില്ലേ? അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം 32 ഇൻറ്റു 10 ഹരിക്കണം എന്നാണ് ഇവിടെ. ഹരിക്കണം 10 മൈനസ് 2ൽ നിന്ന് 20 കുറച്ചാൽ എത്ര? നമുക്ക് ആദ്യം നിന്ന് നോക്കാം. 32 ഇൻറ്റു 10 ഹരിക്കണം 10 മൈനസ് 2. ബോർഡ് മാസിൽ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ്. ഇവിടെ ആദ്യം ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വീണ്ടും ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ 2 ബ്രാക്കറ്റും ചെയ്യാം. 32 ഇൻറ്റു 10 320 ഹരിക്കണം 10 മൈനസ് 2 8. ഇപ്പൊ ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി 320നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 40. ആ 40ൽ നിന്ന് 20 കുറച്ചാൽ എന്താണ് ആൻസർ? 40 നിന്ന് 20 കുറച്ചാൽ 20. നിങ്ങൾ ഇതിൽ പ്രയാസം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്തുകൊണ്ട് മാത്സ് മാറ്റി വെക്കുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്സും സയൻസും ഒന്നും മാറ്റി വെക്കേണ്ടതല്ല. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇനിയുള്ള തുടർന്നുള്ള ക്ലാസ്സുകൾ ഇത് തന്നെയായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് മെയിൻ്റെ മാത്സ്, മലയാളം, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ കിട്ടും. ഇപ്പോൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.